കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ BJP നേതാവും തൃശൂരിന്റെ MP-യും ചലച്ചിത്ര താരവുമായുള്ള സുരേഷ് ഗോപി പള്ളികളിൽ പോയി കുരുത്തോല പ്രദക്ഷിണവും ഓശാന ഞായറാഴ്ചത്തെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത വീഡിയോകളും ഇപ്പോൾ വളരെയധികം വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് ഇപ്പോഴും പലരും ചോദിക്കുകയാണ്. BJP നേതാവ് മതസൗഹാർദ്ദം കാണിക്കുന്നതാണോ എന്നുള്ള തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ ചർച്ചകൾക്ക് വിധേയമായി. തീർച്ചയായും സുരേഷ് ഗോപി എന്ന നടന് ഏത് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനും വിശ്വസിക്കുന്നതിനും അവകാശമുണ്ട്. എന്നാലും ജാതിവരകളുടെ സംസാരം ഇതിനു മുമ്പ് കേരളത്തിൽ നടത്തിയിട്ടുള്ള, ഇല്ലെങ്കിൽ മാധ്യമങ്ങളോട് പല രീതിയിലുള്ള മോശ രീതിയിലുള്ള വർത്താനം സംസാരിച്ചിട്ടുള്ള, സിനിമാ നടനാണെന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള സുരേഷ് ഗോപി എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രഹസനം നടത്തിയത് എന്നുള്ളത് ചർച്ചകൾക്ക് വിധേയമാകേണ്ട ഒരു കാര്യമായിരിക്കാം. ക്രിസ്ത്യൻ വിശ്വാസ രീതിയിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഓശാന ഞായറിന് കുരുത്തോല പ്രദർശനത്തിൽ പങ്കെടുക്കുകയും കുരുത്തോല സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷം പള്ളികളിലെ ആചാരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത സുരേഷ് ഗോപിയുടെ ഔചിത്യം എന്താണെന്നുള്ളത് വ്യക്തമാവുന്നില്ല. BJP നേതാവും തൃശൂരിൽ അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ഇപ്പോൾ വിധേയമായി കഴിഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു രീതിയിലുള്ള പ്രഹസനങ്ങൾ വളരെയധികം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലതോട് ചെയ്തതാണെങ്കിൽ അത് ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്ന മലയാളികൾ ഇതിന് ഏത് രീതിയിൽ കാണും എന്നുള്ളതെല്ലാം നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് നല്ലത് മാത്രം ചെയ്തു തരുന്ന ദൈവങ്ങൾ ഈ ഒരു വിശ്വാസത്തിന്റെ സത്യം മനസ്സിലാക്കി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി രംഗത്ത് വരികയാണ്. തൃശൂർ ലത്തീൻ പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷത്തിലാണ് സുരേഷ് ഗോപി ഭാഗമായത്. കുരുത്തോല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനാ ചടങ്ങിലുമാണ് അദ്ദേഹം പങ്കെടുത്തത്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളാൽ മുഖരിതമായിരുന്നു തൃശൂർ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളി. പള്ളി അങ്കണത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അധികൃതരും വിശ്വാസികളും ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. വൈദികരിൽ നിന്നും കുരുത്തോലകൾ ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിലും അദ്ദേഹം പങ്കെടുത്തു. ദേവാലയത്തിനകത്തെത്തിയ പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് വിശ്വാസികൾക്ക് ആശംസകളും നേർന്നു കേന്ദ്രമന്ത്രി. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഓശാന പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി. തൃശൂരിലെ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ദേവാലയത്തിലും പാലക്കൽ സെന്റ് മാത്യൂസ് ദേവാലയത്തിലും സുരേഷ് ഗോപി പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വൈദികരിൽ നിന്നും സുരേഷ് ഗോപി കുരുത്തോലകൾ സ്വീകരിച്ചു. വിശ്വാസികൾക്കൊപ്പം ഓശാന പ്രദക്ഷിണത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഈസ്റ്ററിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഓശാന. യേശുദേവനെ ഒലിവ് മരച്ചില്ലകളിൽ വീശി ജെറുസലേം ജനസമൂഹം വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കുന്ന കുരുത്തോല പെരുന്നാൾ ദിനത്തിൽ വിവിധ ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഭക്തി നിർഭരമായ ചടങ്ങുകൾ നടക്കുകയും ചെയ്തിരുന്നു.